ഹായ് ഫ്രണ്ട്സ്, 15 days 15 സ്റ്റോറീസ് ബൈ ഇമ്രാൻ ഡേ 2. നമ്മുടെ ഈ രാജ്യത്ത് ഒരു സത്യസന്ധനായ ഒരു കള്ളക്കടത്തുകാരനുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കണം, ആരെയും ഈ സത്യസന്ധനായ കള്ളക്കടത്തുകാരൻ അതാരാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്നത് ബോംബെയിലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു സൈക്കിൾ റിപ്പയറിങ് പിന്നെ റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരിക്കൽ മറ്റൊരാൾക്ക് സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്നു. എന്നാൽ അയാൾക്ക് ഈ പലിശ പിരിക്കുന്ന ജോലിയാണ്. സൈക്കിൾ നമ്മൾ റെൻറ്റിനാണ് അദ്ദേഹം കൊടുത്തത്. എന്നാൽ ഒരു ദിവസം അയാൾ മൊത്തം സൈക്കിളും കൊണ്ട് പോയിട്ട് ഇവിടെ അദ്ദേഹത്തിന് ഇവിടുന്ന് പലിശ കിട്ടിയില്ല. അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ ഈ കുട ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പൈസ കൊണ്ട് വന്നിട്ട് എനിക്ക് കുട തന്നാൽ മതി. പോർട്ടിലോട്ട് ജോലിക്ക് പോയപ്പോൾ ആ കുട താൻ ഒപ്പം കൂട്ടിയിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ പോർട്ടിലും അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഒരു ആൾ വരികയും ഇതേപോലെ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ പോർട്ടിൽ നിന്ന് കടത്താൻ തന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സഹായിക്കാമെന്ന്. എങ്ങനെ അദ്ദേഹം ചില സാധനങ്ങൾ അങ്ങനെ പോർട്ടിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് കടത്തി കൊടുത്തു. അദ്ദേഹത്തിന് ചെറിയൊരു വരുമാനം കിട്ടിയിരുന്നു അതിൽ നിന്നും. ഒരിക്കൽ അദ്ദേഹം ഒരു പെട്ടി പോർട്ടിൽ നിന്ന് കടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അവിടെ ജോലിയായിരുന്നു. അദ്ദേഹം അത് കടത്തി കൊടുത്തു. പക്ഷേ ഈ പറഞ്ഞ ആളെ പോലീസ് പിടിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം കുറേ വർഷം ജയിലിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം ജയിലിൽ നിന്നും വന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്ന് തന്ന പെട്ടിയില്ല, അത് ഞാൻ ഇന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇയാൾക്ക് തന്നെ അത്ഭുതപ്പെട്ടു. കാരണം ഇപ്പോൾ ഒരാളെ കയ്യിൽ പെട്ടി കിട്ടിയാൽ എന്ത് ഇയാൾക്ക് രക്ഷപ്പെടാമെന്ന്. പക്ഷെ അയാൾ അങ്ങനെ ചെയ്തില്ല. ഇയാൾ പോർട്ടിൽ ജോലി ഇങ്ങനെ ചെയ്ത് അദ്ദേഹം ജീവിച്ചു. എന്നിട്ട് ഈ പെട്ടി തുറന്നപ്പോൾ അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളും. ഇതുപോലുള്ള സത്യസന്ധമായ ആൾക്കാരെ കാണാൻ കുറവായിരിക്കും അന്നത്തെ കാലഘട്ടത്തിലും അതെ ഇന്നത്തെ കാലഘട്ടത്തിലും. പിന്നെ ഇയാൾ ആ പെട്ടിയിലെ സാധനങ്ങൾ വിൽക്കുകയും ഇയാൾക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇയാൾ ബോംബെയിലെ അറിയപ്പെടുന്ന ഒരാളായി മാറി. ബോംബെയിൽ മാത്രമല്ല, ഈ രാജ്യമൊക്കെ അറിയപ്പെടുന്ന ഒരാളായി മാറി. ഞാൻ ഇത്ര നേരം പറഞ്ഞത് മറ്റാരെയും പറ്റിയല്ല, ദ വൺ ആൻഡ് ഓൺലി ഹാജി മസ്താൻ.